ഈ ടോപ്പിക്കിൽ വനിതാ ഏകദിന ലോകകപ്പ് 2025 ഇതാണ് നമ്മളിന്ന് നോക്കുന്നത്. 13ാമത്തെ എഡിഷനാണ് നടന്നത്. ആതിഥേയർ ഇന്ത്യ, ശ്രീലങ്ക സംയുക്തമായിട്ട്. പങ്കെടുത്ത ടീമുകളുടെ എണ്ണം 8. നമുക്കറിയാം വിജയിച്ചത് ഇന്ത്യയാണ്. ഇന്ത്യൻ വനിതാ ടീമിൻ്റെ ആദ്യ വേൾഡ് കപ്പ് ജയമാണ്. റണ്ണറപ്പ് ദക്ഷിണാഫ്രിക്കയാണ്. ഇന്ത്യ ഫൈനലിൽ തോൽപ്പിച്ചത് ദക്ഷിണാഫ്രിക്കയെയാണ്. പിന്നെ ദക്ഷിണാഫ്രിക്കയെ ഇന്ത്യ തോൽപ്പിച്ചത് 52 റൺസിനാണ്. 52 റൺസിനാണ് ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചത്. ഫൈനലിൻ്റെ വേദി കൂടി പഠിച്ചു വെക്കുക. ഡോക്ടർ DY പാട്ടീൽ സ്റ്റേഡിയം, നവി മുംബൈ. വനിതാ ഏകദിന ലോകകപ്പ് 2025 13ാമത്തെ എഡിഷനാണ് നടന്നത്. ആതിഥേയർ ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായിട്ടാണ്. ടോട്ടൽ പങ്കെടുത്ത ടീമുകൾ 8 ആണ്. അതിൽ വിജയിച്ചത് ഇന്ത്യയാണ്. റണ്ണറപ്പായത് ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയെ ഇന്ത്യ പരാജയപ്പെടുത്തിയത് 52 റൺസിനായിരുന്നു. ഫൈനലിൻ്റെ വേദി ഡോക്ടർ DY പാട്ടീൽ സ്റ്റേഡിയം, നവി മുംബൈ. പിന്നെ ടൂർണമെൻറ്റിലെ താരമായത് നമ്മുടെ ഇന്ത്യക്കാരിയാണ് ദീപ്തി ശർമ്മ. ഫൈനലിലെ താരം ഷഫാലി വർമ്മ, ഇന്ത്യ. ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആരാണെന്ന് ചോദിച്ചാൽ ഹർമൻപ്രീത് കൗറാണ്. അതുപോലെ വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാന. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ദക്ഷിണാഫ്രിക്കയുടെ ക്യാപ്റ്റൻ ലോറ വോൾവാരറ്റ്. ഏറ്റവും കൂടുതൽ റൺസ് നേടിയതും ലോറ വോൾവാരറ്റാണ്, 571 റൺസ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ആരാണെന്ന് ചോദിച്ചാൽ ദീപ്തി ശർമ്മ, 22 വിക്കറ്റ്. ടൂർണമെൻറ്റിലെ താരമായത് ഇന്ത്യക്കാരി ദീപ്തി ശർമ്മ. ഫൈനലിലെ താരമായത് ഇന്ത്യക്കാരി ഷഫാലി വർമ്മ. ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ, വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാന. ദക്ഷിണാഫ്രിക്കയുടെ ക്യാപ്റ്റൻ ലോറ വേൾവാരറ്റ്. ഏറ്റവും കൂടുതൽ റൺസ് നേടിയതും ലോറ വേൾവാരറ്റാണ്, 571 റൺസ്. അതുപോലെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ദീപ്തി ശർമ്മ, 22 വിക്കറ്റ്. ഇന്ത്യയിൽ വെച്ച് നടന്നുകൊണ്ടും ഇന്ത്യൻ വനിതാ ടീം ആദ്യമായിട്ട് വേൾഡ് കപ്പ് നേടിയത് കൊണ്ട് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള CA ടോപ്പിക്കാണ്. ഇത് പഠിക്കാതെ പോകരുത്. അപ്പോൾ ഇനിയുള്ള പരീക്ഷകളിൽ ഇത് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.